അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ഒരു നിമിഷം തരിച്ചുപോയി. അത് തൻ്റെ പൊന്നുമകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട്. ഉമ്മ, അവൾ പോയിക്കോട്ടെ ഉമ്മ, പക്ഷെ നമ്മുടെ കുഞ്ഞ് ഉമ്മ, ആ കുഞ്ഞിന് അവൻ വിതുമ്പുകയായിരുന്നു. മോനെ, പൊന്നു മോനെ, എന്നാൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉമ്മക്കും മകനുമില്ലായിരുന്നു. താൻ ഏറെക്കുറെ പ്രതീക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞ് അത് നഷ്ടപ്പെടുകയാണ്. ഉറപ്പായിട്ടും അത് ഇല്ലാതെയാക്കും, അവരതിനെ കൊന്നുകളയും. റബ്ബേ, ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ ആകപ്പാടെ തെറ്റിയ പോലെയാണ്. എന്തെന്നറിയില്ല. സഹ്റ ബത്തൂൽ, അവൾക്ക് വേണ്ടി ക്ലാസ് എടുക്കണം, അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പക്ഷേ മനസ്സ് വല്ലാതെ അങ്ങ് പതറിപ്പോയി. റബ്ബേ, ഒരു നിമിഷം വിചാരിക്കുകയാണ്, എൻ്റെ മയ്യത്ത്, ജീവനില്ലാതെ മയ്യത്തായിപ്പോയ എൻ്റെ റൂഹിനെയും പേറി നടക്കുന്ന വെറും മയ്യത്ത് കട്ടിലാണ് എൻ്റെ ശരീരം. ഈ ഓട്ടത്തിനിടയിൽ ഈ ദുനിയാവിനെ പോലും ഞാൻ പാടെങ്ങ് മറന്നുപോയി. ദുനിയാവിന് വേണ്ടി ജീവിക്കാത്തവനെ ഈ ദുനിയാവിൽ ആർക്ക് വേണം? ആർക്കും വേണ്ട. എല്ലാവരും കൈയൊഴിഞ്ഞു. ആർക്കും വേണ്ടാതെ അനാഥനായി പോയ മഹാപാപിയാണ് ഹബീബേ. ഞാൻ ആരും അറിയാതെ നീറി കഴിയാണ്. നിൻ്റെ മുത്ത് ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ വേദന നീ ഒന്ന് തീർത്തിത്താ. ഷെഫി ഉസ്താദ് മനസ്സിൽ കവിതകൾ എഴുതുകയാണ്. അതെ, താനിപ്പോൾ ഒരു മയ്യത്തിൻ്റെ രൂപത്തിലാണ്. എനിക്ക് ദുനിയാവിൽ ആരുമില്ല. ദുനിയാവിനെ കൂടുതലായിട്ട് ഞാൻ പ്രണയിച്ചില്ല. അതുകൊണ്ടായിരിക്കും എന്നെ വിട്ട് എല്ലാവരും പോകുന്നത്. എൻ്റെ മയ്യത്ത് കുളിപ്പിക്കൂ ത്വഹ, എൻ്റെ വസിയത്താണ്. ഇതങ്ങ് സ്വീകരിക്കുമോ ത്വഹ? എന്തെന്നാൽ റൂഹ് മയ്യത്തായി പോയ എന്നെ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ശുദ്ധിയാക്കണം. എന്നിട്ട് എൻ്റെ മുത്ത് നബിയുടെ ഖബറിനകത്തൊരു ഖബറും പണിത് തന്ന് അതിനകത്ത് എന്നെ മറമാടിയാൽ അൽഹംദുലില്ലാ, ഞാൻ തൃപ്തനാകും. മനസ്സിൻ്റെ നിയന്ത്രണം ഷെഫി ഉസ്താദിനെ വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ദുനിയാവ് ഒരു വഞ്ചകിയാണ് എന്നവൻ മനസ്സിലാക്കുകയാണ്. ഈ ദുനിയാവിൽ എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഉമ്മയല്ലാതെ ആരുമില്ല. ബാക്കി എല്ലാ സ്ത്രീകളും വഞ്ചകികളാണെന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് താൻ ഏറെ പ്രണയിച്ച, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫർസാന, അവളും ഇപ്പോഴിതാ എൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന എൻ്റെ പെണ്ണ് സീനത്തും എന്നെ വഞ്ചിച്ചിട്ട് പോയി. എൻ്റെ വസിയത്ത് കബൂലാക്ക് ഹബീബേ. എന്നെ കൽബിൽ മറമാടും. എനിക്കൊരിക്കലും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല ഹബീബേ. അങ്ങേ കാത്ത് കാലങ്ങൾ ഒരുപാട് പോയി. അങ്ങയുടെ വരവിനായി കാലങ്ങളായുള്ള കാത്തിരിപ്പിനിടയിൽ എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും അങ്ങയെക്കുറിച്ചുള്ള നിറമുള്ള കിനാവുകളും കണ്ണുനീരും മാത്രമാണ് നബിയെ എൻ്റെ ആകെയുള്ള സമ്പാദ്യം. ഹബീബിനെ മാത്രം മനസ്സിൽ പ്രണയിച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് പറയുകയാണ്, എൻ്റെ കഥനങ്ങൾ ഓരോന്നും അങ്ങയോടൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ആ ഹുബിൻ്റെ ഒരു തിരുനോട്ടം എന്നിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. എനിക്ക് തൃപ്തിയാകാൻ അതുമാത്രം മതി. അതോടുകൂടി എൻ്റെ എല്ലാ വേദനകളും നീങ്ങിപ്പോവും. ഈ ദുനിയാവിലുള്ളവരെല്ലാം എന്നെ ചതിക്കുകയാണല്ല. എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ താല്പര്യമില്ല. എൻ്റെ ശരീരം ഇപ്പോൾ മയ്യത്താണ്. ഒരിക്കൽ പോലും ദുനിയാവിനെ ഞാൻ പ്രണയിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ? ദുനിയാവിൽ നിന്ന് ഞാൻ പ്രണയിച്ചവരെല്ലാം എന്നെ വഞ്ചിച്ചു പോയി. മോനെ, പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ തട്ടി വിളിച്ചുകൊണ്ട്, മോനെ അർബ, എന്താ മോനെ, എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്? എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു.
എൻ്റെ പൊന്നു മോനെ, മോനൊന്നുകൊണ്ടും വിഷമിക്കണ്ട. മോൻക്ക് എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടും. പിന്നെ എൻ്റെ പൊന്നുമോൻ, ഒരു കാര്യം ചിന്തിക്കണം. നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, അത് മറക്കരുത്. അർബ, അത് മോനെ, എനിക്കിത് നിന്നോട് എങ്ങനെ തുറന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷേ ഞാനിത് നിന്നോട് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മാറി നിൽക്കുന്നത്. മോൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ട്. അതൊരു പക്ഷേ എന്നോട് പറയാൻ നിനക്ക് മടിയാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സൈഫുദ്ദീൻ ഒന്ന് വരുന്നുണ്ട്. അവനോട് നീ തുറന്നു പറയണം. എന്തൊരു കാര്യത്തിനും പരിഹരിക്കാൻ ഒരു പക്ഷേ അവന് പറ്റുമായിരിക്കും. നീ എന്നോട് പറയാൻ പറ്റാത്തത് അവനോട് പറയണം. എന്നാൽ അറബി അപ്പോഴേക്കും സൈഫുദ്ദീനോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. നമ്മുടെ ഹാഫിളായ ഷെഫി ഉസ്താദ്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് സൈഫ്, നീ ഒന്ന് വരണം. ശരിക്കും എളാപ്പിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ നിമിഷം തന്നെ അതാ സൈഫുദ്ദീൻ അറബി അങ്ങോട്ട് വരുന്നു. നേരെ എളാപ്പിയുടെ അരികിലെത്തി ചോദിക്കുന്നു, എളാപ്പ, എന്തു പറ്റി നമ്മുടെ ഷെഫിക്ക്? അറിയില്ല, ഞാൻ ചെന്ന സമയം ബോധരഹിതനായി കിടക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ തക്ക സമയം നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അല്ലാ, എന്തു പറ്റി? എവിടെ? ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ തന്നെ അത് ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് സൈഫ് അറബി കടന്നു വരുന്നു. കട്ടിലിൽ എന്തോ ആലോചനയിൽ കിടക്കുന്ന ഷെഫി ഉസ്താദ് ആ ഹോസ്പിറ്റൽ കിടക്കയിൽ തൻ്റെ ചിന്തകൾ, തൻ്റെ മനസ്സ് എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം. തൂവെള്ള വസ്ത്രത്തിൽ മനോഹരമായി നടന്നു വരുന്ന ആ ഷെഫി ഉസ്താദിൻ്റെ ആ രൂപമായിരുന്നു സൈഫ് അറബി മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും സൈഫ് അറബി ഞെട്ടിപ്പോവുകയാണ്. യാ അല്ലാ, എന്തൊരു കിടത്തമാണത്! യാ ഷെഫീഖ്, അസ്സലാമു അലൈക്കും. അതെ, എവിടെയോ കേട്ട ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് അറിയാതെ തൻ്റെ മിഴികൾ തുറന്നു. നിറഞ്ഞൊഴുകുന്ന ആ മിഴികൾ തുറക്കാൻ അല്പം പ്രയാസമായിരുന്നു. എങ്കിലും തുറന്നു പതുക്കെ. യാ ഷെഫീഖ് മോനെ. തലയിൽ നിന്ന് തലപ്പാവ് അപ്പോൾ വരെ ഷെഫി ഉസ്താദ് അഴിച്ചിരുന്നില്ല. അത് പതുക്കെ സൈഫ് അറബി എടുത്തു മാറ്റിക്കൊണ്ട് അവൻ്റെ മുടിയിഴകളിലൂടെ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, യാ ഷെഫീഖ് മോനെ, എന്ത് പറ്റി നിനക്ക്? സൈഫ് അറബി സ്നേഹത്തോടെ ഷെഫി ഉസ്താദിൻ്റെ തല തൻ്റെ മടിയിലേക്ക് വെച്ച് അവിടെ ഇരുന്നു. സ്നേഹത്തോടെയുള്ള ആ ഒരു തലോടൽ, അത് ഷെഫി ഉസ്താദിനെ തൻ്റെ ജ്യേഷ്ഠൻ, തൻ്റെ പിതാവ് ആരൊക്കെയോ തനിക്കുള്ളതുപോലെ തോന്നി. മോനെ ഷെഫി, അവൻ്റെ ആ ഒരു വെളുത്ത മുഖത്തുള്ള മനോഹരമായ താടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ മുത്തിന്? നീ ഞങ്ങളുടെ മുത്തല്ലേ? എന്തെങ്കിലും പറ്റാൻ പാടുണ്ടോ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം. എന്താ? അർബ, അവൻ വിതുമ്പുകയായിരുന്നു. അർബ, എൻ്റെ ജീവിതം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത്, പക്ഷെ അർബ, ഞാൻ പറഞ്ഞാൽ അത്, മോനെ, ഞാൻ ഒരാളോടും പറയില്ല. രഹസ്യം വളരെയധികം സൂക്ഷ്മമായിരിക്കും. എന്താ? നിന്നോട് എന്താ ഞാൻ പറയേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല. എങ്കിലും നീ എന്നോട് പറയണം. എന്തായിരുന്നു ഇത്രയ്ക്കും വലിയ ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണം? എന്താ? സൈഫ് അറബിയുടെ മുഖത്തേക്ക് അവൻ ദയനീയമായി ഒന്ന് നോക്കി. അർബ, അതൊരിക്കൽ പോലും നിങ്ങൾക്ക്, സാരമില്ല, നീ പറ. അർബ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയൊരിക്കലും എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് മരിക്കണം. അവിടെയാകുമ്പോൾ ഹബീബിൻ്റെ തണലുണ്ടാവുമല്ലോ. ഞാൻ പ്രണയിച്ചു വരുന്നു.
എനിക്ക് തിരിച്ച് സ്നേഹം നൽകിയില്ല. ഞാൻ പ്രണയിച്ച എൻ്റെ ഹബീബ് മാത്രമാണ് എനിക്ക് ഉള്ളൂ. മുത്ത് ഹബീബിനെ ഞാൻ പ്രണയിച്ചു ഒരുപാട്. അതുകൊണ്ട് തന്നെ ആ മുഖം എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മരണപ്പെട്ടിട്ടെങ്കിലും കാണണം. അർബ, ഞാനിപ്പോഴൊരു മയ്യത്ത് പോലെയാണ്. ഈ ദുനിയാവിനെ ഒന്നും നേടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ സ്നേഹിച്ചു വരെ എന്നെ വഞ്ചിച്ചു. എനിക്ക് അള്ളാഹുവും അവൻ്റെ ഹബീബും മാത്രം മതി. ഹബീബിനെ ഞാൻ പ്രണയിച്ചു. ആ പ്രണയം ഇന്നുണ്ട്. ഒരിക്കൽ പോലും മനുഷ്യരെ മോനെ ഷെഫി, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ സത്യം പറഞ്ഞാൽ ആരോ വഞ്ചിച്ച പോലെയുണ്ടല്ലോ നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ. അർബ, അതെ, അത് ഞാൻ പറയുന്നത് ഒരു പക്ഷെ തെറ്റായിരിക്കാം. മോന് പറ, എന്തെങ്കിലും പരിഹാരം നോക്കാലോ. അർബ, എനിക്ക് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ഒരു നിമിഷം സെയ്ഫ് അറബി ഞെട്ടിത്തെറിച്ചു. ഷെഫീഖ് മോനെ, നീ എന്താ പറയുന്നത്? എന്ത് പറ്റി? നീ നാട്ടിലേക്ക് പോയിക്കോ. എന്നാൽ അതല്ല, നാട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. അവളുടെ മയ്യത്ത് പോലും എനിക്ക് കാണാൻ കിട്ടാത്ത രീതിയിലാണ്. പക്ഷെ അവൾ മരിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്ന് അവൾ മരിച്ചു കഴിഞ്ഞു. അവൾ ദുനിയാവിലുണ്ട്. മോനെ, നീ പറയുന്നത് ഒന്ന് വ്യക്തമാക്കാമോ? അർബ, എൻ്റെ പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ പോയി. അത് പറഞ്ഞതും ഷെഫി ഉസ്താദ് പൊട്ടി കരഞ്ഞു. മോനെ, എന്തടെ കേൾക്കുന്നത്? സാരല്ല, അവർ പോണവർ പോട്ടെ വെക്കണം. വീണ്ടും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അവർ പോട്ടെ, അവരെങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഒരിക്കലും അതൊരു നല്ല ജീവിതമായിരിക്കില്ല. അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഷെഫി മോൻ രക്ഷപ്പെട്ടതായിരിക്കാം. അങ്ങനെ വിചാരിച്ചാൽ മതി. അതെ, വലിയൊരു ദുരന്തത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു. മറ്റൊരാളെ മനസ്സിൽ വെച്ച് നിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം അത് നീ അറിയില്ല. നീ വിചാരിക്കുന്നുണ്ടാവും അവൾക്ക് നിന്നോട് സ്നേഹമാണെന്ന്. പക്ഷേ മനസ്സ് മുഴുവൻ കൊടുക്കുന്നത്, സ്നേഹം കൊടുക്കുന്നതും മറ്റൊരാൾക്കായിരിക്കും. നിൻ്റെ കൂടെ വെറുതെ ഒരു ജീവിതം, അതായിരിക്കും അങ്ങനെയുള്ളവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ളൊരു ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത്? അതോ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്ന ആളുടെ കൂടെയുള്ള ജീവിതമാണോ? അർബ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പോയില്ലേ. സാരല്ല മോന് വിഷമിക്കല്ലേ ഒന്നുകൊണ്ടും. പിന്നെ ഇങ്ങനെ മൂഡ് ഓഫ് വരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ അല്ല സഹർ ബത്തൂൽ, അവൾക്ക് ക്ലാസ് എടുക്കണ്ടേ നിനക്ക്? അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. അവൾ പുറത്ത് ഞാൻ കണ്ടു. അവളെ വളരെയധികം വിഷാദമൂകമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിതിനെ ടെൻഷൻ തോന്നിട്ടോ. മോനെ ഷെഫി, നീ നാട്ടിലേക്ക് പോയ ആ ദിവസങ്ങളിൽ ആ കുട്ടി ഓരോ ദിവസവും തൻ്റെ പിതാവിനോട് ചോദിക്കുമത്രേ, ബാബാ ഇനി എത്ര ദിവസമുണ്ട് ഷെഫി ഉസ്താദ് വരാനെന്ന്. അത്രക്കും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവം പെണ്ണാണ് അവൾ. പക്ഷേ എന്ത് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ വിധി. അർബ, അങ്ങ് പറയുന്നത് മോനെ നീ അതിതുവരെ അറിഞ്ഞിട്ടില്ല അല്ലേ? നീ എത്ര ദിവസം അവളുടെ മുമ്പിലിരുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്? അർബ, അവൾ ഹിജാബിലായിരിക്കും സദാസമയവും. അവളുടെ മുഖം പോലും ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. അവളെപ്പോഴും ഹിജാബ് താഴ്ത്തിയിടുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം എനിക്കൊരിക്കലും ഞാൻ ശരിക്ക് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവളുടെ ആ കണ്ണുകളിലേക്ക് പോലും എനിക്ക് നോക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഞാൻ അത്രയ്ക്ക് സൂക്ഷിച്ചാണ് ജീവിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ തെറ്റായ രീതിയിൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നോട്ടമോ ഞാൻ ഇല്ല. അറിയാം ഷെഫി ഉസ്താദ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അടിമയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്. സാരമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹൈറായൊരു ജീവിതം നൽകട്ടെ.
ഷെഫി ഉസ്താദിനെ തഴുകി തലോടിക്കൊണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഷെഫി ഉസ്താദ് വിതുമ്പിപ്പോയി. കരയരുത്, നിങ്ങൾ ദീനിനു വേണ്ടി ആവശ്യമുള്ള ആളാണ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ ഉസ്താദ് എവിടെ? ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരുന്ന, ഞങ്ങൾക്ക് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്ന ഞങ്ങളുടെ ഉസ്താദ് എവിടെ എന്ന് പറഞ്ഞ പലരും ഉണ്ടാകും. അതുപോലെ സഹർ ബത്തൂൽ പാവം കുട്ടിയാണ്, സ്വർഗത്തിലേക്കുള്ള കുട്ടിയാണ്. അവളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ഹറാം അവൾ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. ശരിക്കും ഷെഫി ഉസ്താദ് അതെല്ലാം കേട്ടു. റബ്ബേ, അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേ മതിയാവൂ. ഒരു പെണ്ണെന്നെ ഇട്ടുപോയെന്ന് വിചാരിച്ചിട്ട് കാലാകാലം കരഞ്ഞ് തീർക്കുന്നതിൽ ഒരർത്ഥവുമില്ല. റബ്ബേ, അവനപ്പോഴും ഓർത്തത് ഫർസാനയായിരുന്നു. അവളെ എൻ്റെ നെഞ്ചോട് ചേർത്തതായിരുന്നു ഞാൻ, എൻ്റെ ഹൃദയത്തിലായിരുന്നു അവൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇഷ്ടം തോന്നിയത്, ഒരു പ്രണയം തോന്നിയത് അത് അവളോടായിരുന്നു. അന്നെൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, ഷെഫി നിനക്കുള്ളതാണ് കേട്ടോ ഇവള് എന്നൊക്കെ ആദ്യമൊക്കെ തമാശ രൂപയിലെടുത്തു. എന്നാൽ പിന്നെ അങ്ങോട്ട് അത് സിരകളിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞു. അവളുടെ മുഖമായിരുന്നു എപ്പോഴും മനസ്സിൽ. പക്ഷേ അവളും എന്നെ ചതിച്ചു. ഇപ്പോഴിതാ ഷെഫി ഉസ്താദ് ജീവിതത്തിൽ വല്ലാത്ത 2 ക്ഷതങ്ങളാണ് ഏറ്റിട്ടുള്ളത്. തൻ്റെ ഇടനെഞ്ചിൽ അത് രണ്ടും നീറുന്നുണ്ട്. ഒന്ന് പതുക്കെ പതുക്കെ മാഞ്ഞു വന്നപ്പോഴായിരുന്നു സീനത്തുമായുള്ള ആ ഒരു കല്യാണം. ആ കല്യാണം കഴിഞ്ഞ് എന്നാൽ അപ്പോഴേക്കും അവളും, റബ്ബേ എൻ്റെ മയ്യത്ത്, ഞാനൊരു മയ്യത്താണ്, ഈ ദുനിയാവിൽ ഞാനൊരു മയ്യത്താണ്, എനിക്ക് ഇവിടെ ജീവിക്കുന്നതിൽ എന്തർത്ഥമല്ല ഉള്ളത്, എന്നെ കൊണ്ടുപോയിക്കൂടെ? ഹബീബിൻ്റെ ചാരത്ത് എനിക്ക് അന്തി ഉറങ്ങണം അല്ലാ. അപ്പോഴും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലെ നിയ്യത്ത് അതായിരുന്നു, ഈ ദുനിയാവ് വെറുതെ ആഗ്രഹിക്കുകയാണ്, ഇവിടെ എന്ത് കിട്ടിയിട്ടും എന്താ, എല്ലാം നഷ്ടപ്പെട്ടു പോവും, എന്നേക്കുമായുള്ളത് മതി അല്ലാ എനിക്ക്, എന്നേക്കുമായുള്ളത്. ഷെഫി ഉസ്താദിൻ്റെ വേദനയും വിഷമവും അറബി കുടുംബം അറിയുന്നു. എന്നാൽ സൈഫുദ്ദീൻ അറബി തൻ്റെ ഭാര്യയോട് ഈ ഒരു കാര്യം പറയുമോ? പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്റ്റോറി ഇന്നലെ വിട്ടിട്ടില്ല. ഇന്ന് പിന്നെ എന്താ പറയുക, ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനാണ് കഴിയണില്ല കേട്ടോ. ചെറുതായിട്ട് ഇപ്പോഴൊരു അസുഖത്തിൻ്റെ ഒരു ഇതിങ്ങനെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് സുഖമായിട്ടുണ്ട്. നമ്മുടെ ഷെഫി ഉസ്താദിന് നല്ലൊരു ജീവിതം നമുക്ക് കൊടുക്കണം, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദുനിയാവിൽ ഷെഫി ഉസ്താദിനൊരു സുഖം ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണ് അങ്ങനെ പോയി, ഫർസാന എന്ന ജസീന. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോരുത്തരെയും അവൻ ഇല്ലാതാക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. റബ്ബേ, ഷെഫി ഉസ്താദിനൊരു പക്ഷേ അതൊന്നും ഹയറായിരിക്കില്ല, ഹയറായൊരു ജീവിതം ഒരു പക്ഷേ ഷെഫി ഉസ്താദിന് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.